ഹലോ കൂട്ടുകാരെ, പെട്ടെന്ന് 2 തരം കറികൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഒരു കോവയ്ക്ക ഫ്രൈയും ഒരു ചീര മെഴുക്കുവരട്ടിയുമാണ് കാണിക്കുന്നത്. അപ്പോൾ ചീര ഉണ്ടാക്കാനായിട്ട് പച്ചച്ചീരയും ചുവന്ന ചീരയും ഉണ്ടായിരുന്നു, വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അത് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെക്കണം. പിന്നെ സവോള, പച്ചമുളക്, കരിവേപ്പിലയും കൂടെ താളിക്കാനിട്ട് ഒരു ചട്ടിയിൽ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് താളിക്കാനിട്ട് ആവശ്യത്തിന് ഉപ്പും അതിൻ്റെ കൂടെ തന്നെ ഇടാം. ഇത് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ ആവശ്യമായ മഞ്ഞപ്പൊടിയും ലേശം മുളക് പൊടിയും കൂടെ ഇടാം. ഇതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ചീരയിൽ തന്നെ നല്ല വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് മെഴുക്കുവരട്ടിയായിട്ട് എടുക്കാനായതുകൊണ്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചീര നല്ലപോലെ കഴുകി വൃത്തിയാക്കി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് താളിച്ച് വെച്ചതിലേക്കാണ് ചീര പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ചേർക്കണം. ഇത് ചേർത്ത് കഴിഞ്ഞ് ഫ്ലെയിം സിമ്മിലിട്ടാൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോഴത്തേക്കും ചീര നല്ല വെന്ത് പാകമാവും. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയെടുത്ത് ചിക്കിയെടുത്താൽ മതി. നമ്മുടെ ചീര മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ആ നേരം കൊണ്ട് തന്നെ കോവയ്ക്ക ഉണ്ടായിരുന്നു, പച്ച കോവയ്ക്ക പൊടിയായിട്ട് അരിഞ്ഞ് റൗണ്ടായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചു. അതിനും ഇതുപോലെ തന്നെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയും പച്ചമുളകും താളിക്കാനിടും. സവോള അല്ലെങ്കിൽ ചുവന്നുള്ളി ഇട്ടാലും മതി, ഞങ്ങൾ സവോളയാണ് ഇപ്പോൾ ഇട്ടത്. പച്ചമുളകും മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് താളിച്ച് ഇത് വരണ്ട് വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർക്കാം. ഇതിന് ഇത്തിരി വെള്ളം, 1 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കാം. എന്ന് വെച്ചാൽ കോവയ്ക്കയിൽ ഇത്തിരി വേവുണ്ട്, അത് കാരണം. കോവയ്ക്ക ഇട്ട് കഴിഞ്ഞ് ലേശം വെള്ളവും കൂടി ഒഴിച്ച് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുമ്പോഴത്തേക്കും കോവയ്ക്ക ഫ്രൈ റെഡിയായി. കോവയ്ക്ക ഫ്രൈയും ചീര മെഴുക്കുവരട്ടിയും കൂട്ടി ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറെടുത്ത് ചോറിന് മോരുചാറ് ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കോവയ്ക്ക ഫ്രൈ, ചീര മെഴുക്കുവരട്ടി, പപ്പടം വറുത്തതും ഉണ്ടായിരുന്നു. കുട്ടിയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറുണ്ടത്. ഞങ്ങൾക്ക് 2-3 ഗസ്റ്റുകളും ഉണ്ടായിരുന്നു. ഓക്കെ.